എടുത്തിട്ടുണ്ട് ക്രിസ്റ്റൽ. ഇനിയിപ്പോൾ നമ്മൾ ഷീറ്റിൻ്റെ സ്ട്രക്ചർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് എങ്ങനെ വന്നാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ മോപ്പിൻ്റെ ഫ്രെയിം ഇരിക്കുന്നത്. പിന്നെ അത് നമ്മൾ ബ്ലൂ കളർ ഷീറ്റ് അടിച്ചിട്ടാണ് ഷോപ്പിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അലൂമിനിയം ചാനലൊക്കെ നമ്മൾ താഴത്തുനിന്ന് മേടിച്ചു. അലൂമിനിയം ചാനലൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇതാണ് അലൂമിനിയം ചാനൽ. ഇത് ഏകദേശം ഇതിന് നീളം വരുന്നതെന്ന് പറഞ്ഞാൽ 12 അടിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പോളികാർബണേറ്റ് മോപ്പ് ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് റബ്ബർ ബീഡിങ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോളികാർബണിൻ്റെ വർക്ക് വരുമ്പോൾ തന്നെ ഞാൻ കറക്റ്റായിട്ട് പറയാറുണ്ട്, നമ്മുടെ സ്ക്രൂ അടിക്കുമ്പോൾ എല്ലാവരും കറക്റ്റ് സെൻറ്ററായിട്ട് അടിക്കുക, എന്നാലാണ് റബ്ബർ ബീഡിങ് നമുക്ക് ഇടാനായിട്ട് കറക്റ്റ് ഫിനിഷിങ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിന് പിന്നെ നമ്മുടെ അളവിൽ മാറ്റം വരുത്താണ്ടിരുന്നാൽ മതി. റബ്ബർ ബീഡിങ്ങൊക്കെ ഇച്ചിരി വെട്ടിപ്പോയാലും വിഷയമൊന്നുമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മോപ്പായതുകൊണ്ട് ലീക്കേജിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യണേ ഇത് എവിടെയാണ്, ഇതിൻ്റെ ടോപ്പിൽ ഫിറ്റിങ് എങ്ങനെ വേണമെന്ന് നോക്കാം. പാത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എയർ ട്രസ് കയറ്റാൻ പോകണ്ടോ. അപ്പോൾ കയറിടാൻ പോവാണ്. കയറട്ടോ. അപ്പോൾ എയർ ട്രസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറ് നമുക്ക് കിട്ടിയിട്ടോ. ഇതാണോ അതെ അകത്തുനിന്നുള്ളൊരു ലുക്ക്. അപ്പോൾ നമ്മൾ ഉത്തരത്തായിട്ട് സ്റ്റേ അടിച്ചാണ് നിർത്തിയിരിക്കുന്നത്. 2 സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടികയിട്ടും കൂടെ വെൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കേട്ടോ. പോളികാർബണേറ്റിൻ്റെ മോപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട് നല്ല വെറൈറ്റി ലുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴത്തുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ലൈറ്റ് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ലൈറ്റും കൂടെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ രാത്രി നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത്.